ക്രിസ്മസ് വീടിനെ കുറിച്ച്, ക്രിസ്മസ് ഹോം നമ്മൾ ചിന്തിക്കുകയാണ്. നോ പ്ലേസ് ഇൻ ദ ഇൻ, സത്രത്തിൽ സ്ഥലമില്ല. ഈ ഒരു കഥ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ഒരു നാടകമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പയ്യന് വലിയ ഓർമ്മശക്തിയൊന്നുമില്ല, പക്ഷേ നാടകത്തിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ടീച്ചറിനോട് ചോദിക്കും, പക്ഷേ ടീച്ചർ സമ്മതിക്കില്ല, കാരണം ഇവന് ഡയലോഗ് ഓർത്തു വെക്കാൻ പറ്റില്ല. പക്ഷേ ഇവൻ്റെ ആഗ്രഹം കണ്ട് അവസാനം ടീച്ചർ ഒരു കൊച്ചു റോൾ ഇവന് കൊടുക്കും. ഒരു സത്രം സൂക്ഷിപ്പുകാരൻ്റെ റോളാണ്. ഇത്രയും ഓർത്താൽ മതി, ഒരു ഒറ്റ ഡയലോഗുള്ളൂ. ഔസപിതാവും മാതാവും വരും, സത്രത്തിൻ്റെ വാതിൽക്കിൽ നിന്നിട്ട് ചോദിക്കും, ഇവിടെ സ്ഥലമുണ്ടോ? അപ്പം ഇവൻ പറയേണ്ടത് ദർ ഈസ് നോ പ്ലേസ്, പ്ലീസ് ഗോ എവേ. അത്രയും പറഞ്ഞാൽ ദർ ഈസ് നോ പ്ലേസ്, പ്ലീസ് ഗോ എവേ. ഇവിടെ സ്ഥലമില്ല, ദയവായി പോവുക. ഓക്കെ, പ്രാക്ടീസൊക്കെ ചെയ്തു, വളരെ നന്നായിട്ട് ഇവൻ ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇവൻ പ്രതീക്ഷിക്കണില്ല. കാരണം നാടകം പ്രാക്ടീസിൻ്റെ സമയത്ത് നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. നാടകത്തിൻ്റെ സമയത്ത് മേക്കപ്പ് ഒക്കെ ഉണ്ട്. ഔസപിതാവ് മാതാവിനിങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നു. മാതാവിനിങ്ങനെ നിറവയറാണ്, പൂർണ്ണ ഗർഭിണിയാണ്. ഈ സത്രം സൂക്ഷിപ്പുകാരനായിട്ട് അഭിനയിക്കുന്ന പയ്യൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നു, ഇവിടെ സ്ഥലമുണ്ടോ സത്രത്തിൽ? ഇവൻ ഇങ്ങനെ നിറവയറുമായിട്ട് നിൽക്കുന്ന ഈ മാതാവിനെ നോക്കിയിട്ട് കണ്ണിൽ ദീനതയോടെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ചോദിക്കുന്ന ഔസേപ്പിനെ നോക്കിയിട്ട് പറയുന്നു, ഇവിടെ സ്ഥലമില്ല, ബട്ട് കം വിത്ത് മീ ടു മൈ ഹോം. എൻ്റെ വീട്ടിലേക്ക് വരിക, അവിടെ സ്ഥലമുണ്ട്. നാടകം പൊളിഞ്ഞുപോയി, പക്ഷേ അവൻ്റെ ജീവിതം വിജയിച്ചു എന്ന് പറയാം. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം വീട് ഒരുക്കാനായിട്ട് അവൻ കാണിക്കുന്ന നല്ല മനസ്സ്. അതല്ലേ ശരിക്കും ഒരു ക്രിസ്മസ്. എൻ്റെ ആഘോഷമായിട്ട് ഈ ക്രിസ്മസ് മാറ്റാണ്ട് മറ്റുള്ളവർക്കും ആഘോഷിക്കാനായിട്ട് അവസരമുണ്ട്, മറ്റുള്ളവർക്കും ആഘോഷിക്കാനായിട്ട് അവകാശമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു വീടുള്ള അവസ്ഥ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകും. അതൊരു വെറൈറ്റി ക്രിസ്മസ് ആയിട്ട് മാറും. കുറച്ചാൾ സെമിനാരിയിൽ ഫോർമേറ്ററായിരുന്നു. ക്രിസ്മസ് വെക്കേഷന് ബ്രദേഴ്സൊക്കെ വീട്ടിൽ പോവാണ്. കുറച്ച് പേരൊക്കെ പോയി. ഒരു പയ്യൻ, ഒരു ബ്രദർ ബാഗൊക്കെ ആയിട്ട് മുറിയിൽ വന്നു, ഓഫീസിൽ വന്നേക്കാണ്. അച്ഛാ, എല്ലാവരും പോകണം നിർബന്ധമുണ്ടോ വെക്കേഷൻ? അച്ഛൻ വീട്ടിൽ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് പോവും. എന്നാൽ ഞാനിവിടെ നിന്നോട്ടെ, വീട്ടിൽ പോകാണ്ട് സെമിനാരിൽ നിന്നോട്ടെ. അതിൻ്റെ പുറകിലുള്ള ഒരു നൊമ്പര കാഴ്ച എന്ന് പറഞ്ഞാൽ, അവൻ്റെ വീട്ടിൽ അപ്പൻ കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സങ്കടമാണ്, കണ്ണീരാണ്, വിഷമാണ്. ക്രിസ്മസിന് ഒരു സുഖമില്ല. അറിയാമല്ലോ അങ്ങനത്തെ ക്രിസ്മസ് എങ്ങനെയായിരിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ പോക്കോ, ഞാൻ വരും ക്രിസ്മസിന്, നിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഊണ് കഴിക്കും, വീട്ടിൽ പറയാൻ പറഞ്ഞു. അവൻ സന്തോഷത്തോടെ പോയി. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ തുടങ്ങി വീട്ടിൽ നിന്ന് വിളിയാണ്, അച്ഛൻ എപ്പോഴാണ് വരണേ, അച്ഛൻ എപ്പോഴാണ് വരണേ. ഞാൻ പറയുന്നു, ഉച്ചയ്ക്ക് എത്താം. പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ അവൻ്റെ വീട്ടിൽ പോകാണ്ട് എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് വിളി വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിന് മുമ്പാണ്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഞാൻ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് എത്തുള്ളൂ എന്ന് പറഞ്ഞു. അവർ ഉച്ചയ്ക്ക് ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ചു. വൈകുന്നേരം ഒരു 6:30-7 മണിയായപ്പോൾ ഞാൻ ചെന്നു. സന്തോഷത്തിൻ്റെ ഒരു ക്രിസ്മസ്. കാരണം മറ്റുള്ളവർക്കും ആഘോഷിക്കാൻ വകയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ അപ്പൻ അന്ന് കുടിക്കാണ്ട് കാത്തിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്കും ആഘോഷിക്കാനായിട്ട് അവസരങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ആഘോഷിക്കാനായിട്ട് അവകാശങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ നമ്മൾ നിഷേധിക്കാണ്ടിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ നമ്മൾ മാനിക്കുമ്പോൾ, അതാണ് ഒരു സുന്ദരമായ ക്രിസ്മസ്, അതാണ് ഒരു സന്തോഷത്തിൻ്റെ ക്രിസ്മസ്. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. അതാണ് നമ്മളിപ്പോഴും വിഷ് ചെയ്യുന്നത്, ഹാപ്പി ക്രിസ്മസ് എന്ന പേരിൽ. വിഷ് യു എ ഹാപ്പി ക്രിസ്മസ്.